നമസ്തേ, എല്ലാവർക്കും നമ്മുടെ സഹൃദയ ഹിന്ദി സ്റ്റഡി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹിന്ദി സാഹിത്യവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ടൊരു ക്ലാസ്സാണ് ഇന്നത്തേത്. നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഹിന്ദി സാഹിത്യത്തിൻ്റെ ഇതിഹാസ് ലേഖൻ പരമ്പരയും അതുപോലെ തന്നെ ഹിന്ദി സാഹിത്യ ഇതിഹാസ് കി സ്രോതസ്സും അല്ലേ, അതുപോലെ തന്നെ കാലവിഭാജൻ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിരുന്നു അല്ലേ. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആദികാലീന സാഹിത്യമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. आदिकालीन साहित्य उस समय की विभिन्न परिस्थितियों की उपज है. शासन संबंधी विषमता, धर्म संबंधी विषमता तथा विघटित समाज व्यवस्था, ये तीनों साहित्य सृजन के प्रेरक बिंदु के रूप में काम कर रहे थे. अतः इस समय के साहित्य में धार्मिक, वीर तथा श्रृंगार एवं लौकिक प्रवृत्तियाँ प्रमुख रूप से दिखाई देते हैं. जिन रचनाकारों की जो प्रवृत्तियाँ रही, उनके अनुरूप उन्होंने अपनी काव्य के विषय चुने. विषय की दृष्टि से आदिकालीन साहित्य को 3 वर्गों में विभाजित किया जा सकता है. पहला, धार्मिक साहित्य, जिसमें मूलतः सिद्ध, नाद और जैन कवियों द्वारा रचित साहित्य आता है. इस साहित्य की रचना मुख्य रूप से अपने अपने धर्मों के प्रचार प्रसार के उद्देश्य से किया गया था. दूसरा, रासो साहित्य, जिनकी रचना चारण कवियों के द्वारा अपने अपने आश्रयदाताओं की प्रशंसा करने के उद्देश्य से किया गया था. तीसरा, लौकिक साहित्य. लौकिक साहित्य में समाज, प्रकृति, प्रेम, श्रृंगार, नायक नायिका के संबंध तथा लोक जीवन से जुड़े विषयों का वर्णन किया गया है. ഹിന്ദി സാഹിത്യത്തിൻ്റെ ആരംഭഘട്ടമാണ് ആദികാൽ എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ കാലാവധി 10ാം നൂറ്റാണ്ട് മുതൽ 14ാം നൂറ്റാണ്ട് വരെയാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഇവയെക്കുറിച്ചൊക്കെ നാം വിശദമായി കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിരുന്നു അല്ലേ. ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന വിവിധ സാഹചര്യങ്ങളുടെ പ്രതിഫലനമായിരുന്നു ഈ പുരാതന സാഹിത്യം, അതായത് ആദികാലീന സാഹിത്യം എന്നത്. ഭരണവുമായി ബന്ധപ്പെട്ട അസമത്വവും മതവുമായി ബന്ധപ്പെട്ട അസമത്വവും അതുപോലെ ശിഥിലമായ സാമൂഹിക വ്യവസ്ഥയും, ഇവ മൂന്നും സാഹിത്യ സൃഷ്ടിക്ക് പ്രചോദനമായ ബിന്ദുക്കളായി പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ ഇക്കാലത്തെ സാഹിത്യത്തിൽ, അതായത് ഈ ആദികാലീന സാഹിത്യത്തിൽ മതപരവും വീരപരവും പ്രണയപരവും ലൗകികവുമായ പ്രവണതകൾ പ്രകടമായി ദൃശ്യമാണ്. ഈ കാലഘട്ടത്തിലെ എഴുത്തുകാർ അവരവരുടെ കവിതകളുടെ വിഷയം തിരഞ്ഞെടുത്തിരുന്നത് അവരവരുടെ പ്രവണതകൾക്കനുസരിച്ചായിരുന്നു. विषय की दृष्टि से आदिकालीन साहित्य को 3 वर्गों में विभाजित किया जा सकता है. വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ ആദികാലീന സാഹിത്യത്തെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ആദ്യത്തേത് ധാർമ്മിക സാഹിത്യമാണ്, അതായത് ധർമ്മസംബന്ധി സാഹിത്യം, അതായത് മതപരമായ സാഹിത്യം, जिसमें मूलतः सिद्ध, नाद और जैन कवियों द्वारा रचित साहित्य आता है. ധർമ്മ സംബന്ധി സാഹിത്യത്തിനകത്ത് വരുന്നത് സിദ്ധനാഥ ജൈന കവികൾ എഴുതിയ സാഹിത്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. ഈ സാഹിത്യ की रचना मुख्य रूप से अपने अपने धर्मों के प्रचार प्रसार के उद्देश्य से किया गया था. ഈ സാഹിത്യം പ്രധാനമായും അവരവരുടെ മതങ്ങളെ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രചിക്കപ്പെട്ടത്. ദൂസര രാസോ സാഹിത്യ, जिसकी रचना चारण कवियों के द्वारा अपने अपने आश्रयदाताओं की प्रशंसा करने के उद्देश्य से किया गया था. രണ്ടാമത്തേത് രാസോ സാഹിത്യമാണ്. ചാരൻ കവികൾ തങ്ങളുടെ രക്ഷാധികാരികളെ പ്രശംസിക്കുക, അതായത് തങ്ങളുടെ രാജാക്കന്മാരെ പ്രശംസിക്കുക എന്ന ലക്ഷ്യത്തോടെ രചിച്ചതാണ് ഈ രണ്ടാമത്തെ സാഹിത്യം, അതായത് രാസോ സാഹിത്യം. तीसरा, लौकिक साहित्य. लौकिक साहित्य में समाज, प्रकृति, प्रेम, श्रृंगार, नायक नायिका के संबंध तथा लोक जीवन से जुड़े विषयों का वर्णन किया गया है. മൂന്നാമത്തേത് ലൗകിക് സാഹിത്യം. ഈ ലൗകിക സാഹിത്യത്തിനകത്ത് സമൂഹം, പ്രകൃതി, പ്രേമം, അതുപോലെ നായിക നായക ബന്ധങ്ങൾ, സാധാരണ ജനങ്ങളുടെ ജീവിതം എന്നിവയാണ് ഇതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം धार्मिक साहित्य कुछ കൂടുതൽ മനസ്സിലാക്കാം. धर्म संबंधी साहित्य के अंतर्गत सिद्ध, जैन तथा नाद साहित्य की चर्चा की जा सकती है. ये सभी रचनाएं मत विशेष के प्रचार प्रसार करने के उद्देश्य से लिखे जाने पर भी इन रचनाओं में काव्य के गुण भी देखने को मिलते हैं.
സിദ്ധ സാഹിത്യവും അതുപോലെ ജൈന സാഹിത്യം, നാദസാഹിത്യം ഇവയെല്ലാം ധർമ്മസംബന്ധി സാഹിത്യത്തിനകത്ത് വരുന്നതാണ്. അതായത് ധാർമ്മിക സാഹിത്യത്തിന് ഉള്ളിൽ വരുന്നവയാണ് ഏതൊക്കെ? സിദ്ധ സാഹിത്യം, നാദസാഹിത്യം, ജൈന സാഹിത്യം. ये सभी रचनाएं मत विशेष के प्रचार प्रसार करने के उद्देश्य से लिखे जाने पर भी इन रचनाओं में काव्य के गुण भी देखने को मिलते हैं. ഇവ മതപരമായിട്ടുള്ള കൃതികളായിരുന്നെങ്കിൽ കൂടി ഇവയ്ക്ക് കാവ്യസൗന്ദര്യവും അതുപോലെ തന്നെ സവിശേഷമായ ഒരു ശൈലിയൊക്കെ ഉണ്ടായിരുന്നു. इस संदर्भ में पंडित हजारी प्रसाद द्विवेदी का कहना है कि इधर जैन अपभ्रंश चरित काव्यों की जो विपुल सामग्री उपलब्ध हुई है वह सिर्फ धार्मिक संप्रदाय के मुहर लगाने मात्र से अलग कर दी जाने योग्य नहीं है. ഈ അവസരത്തിൽ പണ്ഡിറ്റ് ഹസാരി പ്രസാദ് ദ്വിവേദി ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞത്? ഈ ജൈന അപഭ്രംശ ചരിത കാവ്യങ്ങൾ മതപ്രചാരണത്തിനായിട്ട് എഴുതിയതാണെങ്കിൽ കൂടി അവയെ വെറും മതപ്രചാരണ രചനകളായി കണക്കാക്കാൻ കഴിയില്ല, അല്ലെ? अपभ्रंश की कई रचनाएं जो मूलतः जैन धर्म भावना से प्रेरित होकर लिखी गई है निसंदेह उत्तम काव्य है. यह बात बौद्ध सिद्धों की कुछ रचनाओं के बारे में भी कही जा सकती है. അപഭ്രംശ ഭാഷയിൽ എഴുതിയിട്ടുള്ള ജൈന മതബോധത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയ പല കൃതികൾക്കും ഉന്നതമായ കാവ്യശൈലിയാണുള്ളത്. ഈ സിദ്ധ ജൈന നാദ സാഹിത്യങ്ങൾ മതസാഹിത്യങ്ങളായിട്ടാണ് രചിക്കപ്പെട്ടതെങ്കിലും ഇതിനകത്ത് വളരെ ഉന്നതമായ കാവ്യഗുണങ്ങൾ കാണപ്പെടുന്നു. അതുകൊണ്ട് ഇതിനെ നമ്മൾ വെറും ഈ മതപരമായ സാഹിത്യമായി കണക്കാക്കാതെ ഇതിനെ ഉന്നതമായ സാഹിത്യമായി കണക്കാക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എല്ലാവരോടും ശ്രദ്ധിക്കുക. നാം നേരത്തെ പറഞ്ഞു ആദികാലീന സാഹിത്യത്തെ പ്രധാനമായും വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു പറഞ്ഞു, അല്ലേ? ഏതൊക്കെയാണ് അത്? സിദ്ധ സാഹിത്യം, ജൈന സാഹിത്യം, നാദസാഹിത്യം. നമുക്ക് ആദ്യം സിദ്ധ സാഹിത്യത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. सिद्ध साहित्य बौद्ध धर्म के वज्रयान तत्व का प्रचार करने के लिए सिद्धों ने जन भाषा में जो साहित्य रचना की वह हिंदी का सिद्ध साहित्य माना जाता है. ബുദ്ധധർമ്മത്തിൻ്റെ വജ്രയാൻ തത്വത്തിൻ്റെ പ്രചാരണത്തിനായി ജനഭാഷയിൽ എഴുതിയ സാഹിത്യമാണ് സിദ്ധ സാഹിത്യമെന്ന് പറയപ്പെടുന്നത്. ने 84 सिद्धों के नामों का उल्लेख किया है. രാഹുൽ സംസ്കൃത്യായൻ 84 സിദ്ധന്മാരെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ആ സിദ്ധന്മാരിലെ പ്രധാനപ്പെട്ട സിദ്ധന്മാർ ആരൊക്കെയാണെന്ന് നാം മനസ്സിലാക്കി. ആരൊക്കെയാണ്? സരഹപ്പ, ശബരപ്പ, ലൂയിപ്പ, ഡൊമ്പിപ്പ, കണ്ണപ്പ, കുക്കിരിപ്പ എന്നിവരാണ് ഈ പ്രധാനപ്പെട്ട സിദ്ധന്മാർ. രാഹുൽ സംസ്കൃത്യായനെ സരഹപ്പാക്കോ ഹിന്ദി കാ പ്രഥം കാവ്യ മാനാ ഹെ. ഇവിടെ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, രാഹുൽ സംസ്കൃത്യായനെ സരഹപ്പാക്കോ ഹിന്ദി കാ പ്രഥം കവി മാനാ ഹെ. രാഹുൽ ജി സരഹപ്പയെ ഹിന്ദിയുടെ ആദ്യ കവി എന്നാണ് കണക്കാക്കുന്നത്. ശ്രദ്ധിക്കാം, രാഹുൽ സംസ്കൃത്യായനാണ് സരഹപ്പയെ ഹിന്ദി സാഹിത്യത്തിൻ്റെ പ്രഥം കവി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓർത്തു വെക്കണേ, വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. इन सभी सिद्धों के नाम के आगे लगा पा शब्द समान सूचक पाद का विकटा रूप है. ഇവരുടെ പേരിൻ്റെ അവസാനമുള്ള ഈ പാ ശബ്ദം എന്ന് പറയുന്നത് അവർ ആദര സൂചകമായിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഈ സാഹിത്യക രചനാകാൽ लगभग 7वीं सदी से 13वीं सदी के मध्यकाल तक माना जाता है. ഈ സിദ്ധ സാഹിത്യത്തിൻ്റെ രചനകാലം എന്ന് പറയപ്പെടുന്നത് 7ാം നൂറ്റാണ്ട് മുതൽ 13ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാൽ വരെയാണെന്ന് കണക്കാക്കപ്പെടുന്നു. सिद्ध साहित्य प्रमुख रूप से दोहा घोष तथा चर्या घोष इन दो काव्य रूपों में मिलता है. सिद्ध സാഹിത്യം പ്രധാനമായും ദോഹാഘോഷ്, ചര്യാഘോഷ് എന്ന ഈ രണ്ട് കാവ്യരൂപങ്ങളിലാണ് കാണപ്പെടുന്നത്. ചര്യാഘോഷുക്കോ ചര്യാപദ് ഭി കഹത്തെ ഹെ. ചര്യാഘോഷിന് ചര്യാപദ് എന്നും പറയപ്പെടുന്നു. ഇൻ കവിയോ ദ്വാര രചിത് ദോഹോം കാ സംഗ്രഹ ദോഹാഘോഷ് ഹെ. ഈ സിദ്ധ കവിമാർ എഴുതിയ ദോഹകളുടെ സംഗ്രഹമാണ് ദോഹാഘോഷ് എന്നറിയപ്പെടുന്നത്. ഓർ പദോങ്ക സംഗ്രഹ് ചര്യാഘോഷ് യാ ചര്യാപദ് ഹെ. അതുപോലെ ഈ സിദ്ധ കവിമാരുടെ പദങ്ങളുടെ സംഗ്രഹങ്ങളാണ് ചര്യാഘോഷ്, അതായത് ചര്യാപദ് എന്നറിയപ്പെടുന്നത്. സിദ്ധ സാഹിത്യ की भाषा अपभ्रंश के उत्तर भाषा रूप की सूचना देते हैं. अपभ्रंश का उत्तर भाषा रूप हिंदी भाषा का आरंभिक रूप है.
സിദ്ധ സാഹിത്യത്തിലെ ഭാഷ അപഭ്രംശിൻ്റെ പിൽക്കാല ഭാഷാ രൂപത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് നൽകുന്നു. അതുപോലെ തന്നെ അപഭ്രംശം എന്ന വടക്കൻ ഭാഷാരൂപം ഹിന്ദി ഭാഷയുടെ പ്രാരംഭ രൂപവുമാണ്. യഹ് സാഹിത്യ സാഹിത്യക് അപഭ്രംശ് സേ ഹട്ട്കർ ഉസ് സമയ കി ജനഭാഷ കെ നികട് ആതാ ഹൈ. ഈ സാഹിത്യ അപഭ്രംശത്തിൽ നിന്ന് മാറി അക്കാലത്തെ പൊതുഭാഷ, അതായത് ജനഭാഷയിലേക്ക് അടുത്ത് നിന്ന സാഹിത്യമാണ്. वास्तव में सिद्ध साहित्य की यह ഭാഷാഗത വിശേഷത है. യഥാർത്ഥത്തിൽ ഇതായിരുന്നു സിദ്ധ സാഹിത്യത്തിൻ്റെ ഭാഷാപരമായിട്ടുള്ള ഒരു സവിശേഷത. അതുകൊണ്ടാണ് ഇതിന് സന്ധ്യാഭാഷ അല്ലെങ്കിൽ സന്ധ്യ എന്ന് പേരിട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ സിദ്ധ സാഹിത്യത്തിൻ്റെ ഭാഷയെ സന്ധ്യാഭാഷ എന്ന് പറഞ്ഞിരിക്കുന്നത്? അതെ, അപഭ്രംശ ഭാഷയും ജനഭാഷയും തമ്മിൽ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഒരു ഭാഷ ആയതുകൊണ്ടിട്ടാണ് ഈ സിദ്ധ സാഹിത്യത്തിൻ്റെ ഭാഷയ്ക്ക് സന്ധ്യാഭാഷ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്കിനി അടുത്ത പോയിന്റ് നോക്കാം. സിദ്ധ സാഹിത്യക്ക് പ്രമുഖ കവി ഏവം ഉൻകി രചനായും. നാം നേരത്തെ മനസ്സിലാക്കിയിരുന്നു സിദ്ധ സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട കവിമാർ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? രാഹുൽ സംസ്കൃത്യായൻ 84 സിദ്ധ കവിമാരെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. सिद्ध साहित्य के अंतर्गत अब तक 14 सिद्धों की रचनाएं प्राप्त हुई है. इनमें से सरहप्पा का नाम प्रमुख रूप से उल्लेखनीय है. वस्तुतः सिद्ध सरहप्पा से ही सिद्ध साहित्यकार होता है. इन सिद्धों में सरहप्पा, शबरप्पा, लुइप्पा, डुम्बिप्पा, कन्नप्पा एवं कुक्करिप्पा हिंदी के मुख्य सिद्ध कवि है. സിദ്ധ സാഹിത്യത്തിനകത്ത് 14 സിദ്ധന്മാരുടെ രചനകളാണ് ലഭ്യമായിട്ടുള്ളത്. ഇൻമേൻ സെ സർഹപ്പ കാ നാം പ്രമുഖ രൂപ് സെ ഉല്ലേഖനീയ ഹെ. ഈ 14 പേരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആള് സിദ്ധ് സർഹപ്പയാണ്. അതുപോലെ തന്നെ സിദ്ധ സാഹിത്യത്തിന്റെ ആരംഭം സർഹപ്പയിൽ നിന്നാണെന്നും കണക്കാക്കപ്പെടുന്നു. इन सिद्धों में सरहप्पा, शबरप्पा, लुइप्पा, डुम्बिप्पा, कन्नप्पा एवं कुक्करिप्पा हिंदी के मुख्य सिद्ध कवि है. നാം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിദ്ധ സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട കവിമാരാണ് സർഹപ്പ, ശബരപ്പ, ലുയിപ്പ, ഡൊമ്പിപ്പ, കണ്ണപ്പ ഏവം കുക്കരിപ്പ എന്നത്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ആര്? അതെ, സർഹപ്പ. നമുക്കാദ്യം സർഹപ്പയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. सरहप्पा, सरहबाग, सरोज व्रज, राहुल भद्र आदि कई नामों से प्रसिद्ध है. राहुल संकृत्यायन ने इनकी रचनाकाल को 769 ईस्वी माना है, जिससे अधिकांश विद्वान सहमत है. राहुल संकृत्यायन ने इन्हें हिंदी का प्रथम कवि माना है. माना जाता है कि इन्होंने 32 ग्रंथों की रचना की है. इनमें से काया घोष, दोहा घोष, चर्या गीति तथा सरहबाग गीतिका प्रमुख है. इनमें बौद्ध धर्म के वज्रयान तत्व से संबंधित विचार प्रस्तुत किया गया है. दोहा छंद में लिखा गया दोहा घोष इनकी रचनाओं में प्रसिद्ध है. इस कृति के मूल हिंदी भाषा पर शौरसेनी अपभ्रंश का प्रभाव माना जाता है. यहाँ यह तथ्य ध्यान देने योग्य है कि सरहप्पा की रचनाएं मूल रूप में प्राप्त नहीं है. इन्होंने पाखंड और आडंबर का विरोध किया है तथा गुरु सेवा को महत्व दिया है. ये सहज भोग मार्ग से जीव को महासुख की ओर ले जाते हैं. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ: സർഹപ്പ, സർഹബാദ്, സരോജ വ്രജ്, രാഹുൽ ഭദ്ര തുടങ്ങിയ നിരവധി പേരുകളിൽ ഇദ്ദേഹം പ്രശസ്തനാണ്. രാഹുൽ സംകൃത്യായൻ ഇദ്ദേഹത്തിൻ്റെ രചനാ കാലഘട്ടം AD 769 കണക്കാക്കുന്നു. രാഹുൽ സംകൃത്യായൻ്റെ ഈ അഭിപ്രായത്തിനോട് മിക്ക പണ്ഡിതന്മാരും യോജിക്കുന്നു. രാഹുൽ സംകൃത്യായനെ ഇനിയും ഹിന്ദി കാ പ്രഥം കവി മാനാ ഹെ. രാഹുൽ സംകൃത്യായൻ സിദ്ധ സർഹപ്പയെ ഹിന്ദി സാഹിത്യത്തിൻ്റെ ആദ്യത്തെ കവിയായി കണക്കാക്കുന്നു. മാനാ ജാതാ ഹെ കി ഇനോനെ 32 ഗ്രന്ഥോं की रचना की है. ഇദ്ദേഹം 32 രചനകൾ എഴുതിയതായി കണക്കാക്കുന്നു. इनमें से काया कोश, दोहा कोश, शर्या गीति तथा सरहबाग गीतिका प्रमुख है. അദ്ദേഹം എഴുതിയതെന്ന് കണക്കാക്കപ്പെടുന്ന ഈ 32 ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് കായാഘോഷ്, ദോഹാഘോഷ്, ചര്യ ഗീതി, सरहबाद गीतिക എന്നിവ. इनमें बौद्ध धर्म के वज्रयान तत्व के संबंधित विचार प्रस्तुत किया गया है.
ഈ രചനകളിൽ ബുദ്ധമതത്തിലെ വജ്രയാൻ തത്വവുമായി ബന്ധപ്പെട്ട ആശയങ്ങളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ദോഹാ ചന്ദ് മേ ലിഖാ ഗയാ ദോഹാ ഘോഷ് ഇൻകി രചനാओं से प्रसिद्ध है. സിദ്ധ സർഹപ്പയുടെ കൃതികളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദോഹാഘോഷ്. ഇത് ദോഹാ ചന്ദിൽ എഴുതിയ ഒരു രചനയാണ്. ഈ ദോഹാഘോഷിനെ കുറിച്ച് മിക്ക എക്സാമുകൾക്കും ചോദിക്കുന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. ദോഹാഘോഷ്, ഈ പേര് മറക്കരുത്. സിദ്ധ സർഹപ്പ കാപട്യത്തെയും പൊങ്ങച്ചത്തെയും എതിർക്കുകയും ഗുരുസേവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഹിന്ദി में കഡ്വക് പദ്ധതി का प्रयोग सबसे पहले सरहप्प ने किया था. ഹിന്ദി സാഹിത്യത്തിൽ ആദ്യമായി കഡ്വക് എന്ന പദ്ധതി ആവിഷ്കരിച്ചത് നമ്മുടെ സിദ്ധ് സർഹപ്പയാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കേട്ടോ, ഇത് ഓർത്ത് വെക്കാം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ സിദ്ധ് സർഹപ്പയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. നമുക്ക് ഇനി അടുത്ത പോയിന്റ് നോക്കാം. സിദ്ധ സാഹിത്യത്തിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കവിയാണ് ശബരപ്പ. ശബരപ്പ का समय 780 ईस्वी के लगभग माना जाता है. ശബരപ്പയുടെ സമയം AD 780 അടുപ്പിച്ചാണെന്ന് കണക്കാക്കപ്പെടുന്നു. സർഹപ്പാക്കെ ശിഷ്യതേ. ശബരപ്പ സർഹപ്പയുടെ ശിഷ്യനായിരുന്നു. ശബരപ്പ का जन्म क्षत्रिय वंश में हुआ था. ശബരപ്പ ഒരു ക്ഷത്രിയ വംശത്തിലാണ് ജനിച്ചത്. ശബരോं में जैसा जीवन व्यतीत करने के कारण ये ശബരപ്പ के नाम से प्रसिद्ध हुए. ശബരങ്ങളിൽ ജീവിതം കഴിച്ചു കൂട്ടിയത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ശബരപ്പ എന്ന പേരിൽ ഇദ്ദേഹം അറിയപ്പെട്ടു തുടങ്ങി. ശബരപ്പ की प्रमुख रचनाएं हैं ചര്യാപാദ്, മഹാമുദ്ര വജ്രഗീതി, വജ്രയോഗിനി സാധന ആദി. ശബരപ്പയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് ചര്യാപാദ്, മഹാമുദ്ര വജ്രഗീതി, വജ്രയോഗിനി സാധന എന്നിവ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ചര്യാപാദാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, ഓർത്തു വെക്കുക. ശബരപ്പയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് ചര്യാപാദ്. ഇനോനെ भी മായാമോഹ का विरोध करते हुए സ്വാഭാവിക ജീവൻ पर बल दिया. ഇദ്ദേഹം മായാമോഹത്തെ എതിർക്കുകയും അതുപോലെ തന്നെ സ്വാഭാവിക ജീവിതത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ശബരപ്പയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. നമുക്കിനി അടുത്ത പോയിന്റ് നോക്കാം. ലൂയിപ്പ. 84 സിദ്ധോं में ലൂയിപ്പ का नाम सर्वोपरि है. 84 സിദ്ധന്മാരിൽ, അതായത് നമ്മുടെ രാഹുൽ സംകൃത്യായൻ പറഞ്ഞ 84 സിദ്ധന്മാരിൽ ലൂയിപ്പായുടെ പേര് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻകാ സമയ 773 ईस्वी में माना जाता है. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഏകദേശം AD 773 കണക്കാക്കുന്നു. ഈ ശബരപ്പാക്കെ ശിഷ്യത്തെ, ഇദ്ദേഹം ശബരപ്പയുടെ ശിഷ്യനായിരുന്നു. ശ്രദ്ധിക്കുക, നമ്മുടെ സർഹപ്പയുടെ ശിഷ്യൻ എന്ന് പറയുന്നത് ആരായിരുന്നു? ശബരപ്പയാണ്. ഈ ശബരപ്പയുടെ ശിഷ്യനാണ് ലൂയിപ്പ എന്ന് പറയുന്നത് കേട്ടോ. ഈ ശബരപ്പാക്കെ ശിഷ്യതേ, ഇദ്ദേഹം ശബരപ്പയുടെ ശിഷ്യനായിരുന്നു. इनके काव्य में आत्मा परमात्मा संबंधी रहस्य भावना का प्राधान्य देखा जा सकता है. ഇദ്ദേഹത്തിന്റെ രചനകളിൽ ആത്മാ പരമാത്മാ ബന്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രഹസ്യ സ്വഭാവങ്ങൾ കൂടുതലായി കാണപ്പെട്ടിരുന്നു. ഇൻകി പ്രമുഖ രചന ഹെ ലൂയിപ്പാദ് ഗീതിക. ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രചനയാണ് ലൂയിപ്പാദ് ഗീതിക. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ലൂയിപ്പയെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അടുത്തത് ഡൊംബിപ്പ. मगध के क्षत्रिय वंश में 841 ईस्वी के लगभग इनका जन्म हुआ था. മഗധയിലെ ഒരു ക്ഷത്രിയ വംശത്തിലാണ് ഡൊംബിപ്പ ജനിച്ചത്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം AD 840 അടുപ്പിച്ചാണെന്ന് കണക്കാക്കപ്പെടുന്നു. സിദ്ധ വിരൂപാസെ ഇനോനി ദീക്ഷാലീതി. സിദ്ധനായ വിരൂപയിൽ നിന്ന് ഇദ്ദേഹം ദീക്ഷ സ്വീകരിച്ചു. ഇൻകി ദ്വാര രചിത് 21 ഗ്രന്ഥ ബതായെ ജാത്തെ ഹെ ജിൻമേം ഡൊംബി ഗീതിക, യോഗചര്യ, അക്ഷര ദിഗോപദേശ ആദി വിശേഷ പ്രസിദ്ധി ഹെ. ഇദ്ദേഹം 21 ഗ്രന്ഥങ്ങൾ എഴുതിയതായി കണക്കാക്കപ്പെടുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ഡൊംബി ഗീതിക, യോഗചര്യ, അക്ഷര ദിഗോപദേശ എന്നിവ. ഇത്രയും കാര്യങ്ങളാണ് ഡൊംബിപ്പയെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. അടുത്ത പോയിന്റ് കണ്ണപ്പ. इनका जन्म 820 ईस्वी में कर्नाटक के एक ब्राह्मण परिवार में हुआ था. ये ജലന്ധരപ്പ के शिष्य थे. കണ്ണപ്പ ജനിച്ചിരിക്കുന്നത് AD 820 അതുപോലെ തന്നെ കർണാടകത്തിലെ ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ഇദ്ദേഹം ജനിച്ചിരിക്കുന്നത്. ഇദ്ദേഹം ജലന്ധരപ്പയുടെ ശിഷ്യനായിരുന്നു. കണ്ണപ്പ को कई सिद्धों ने अपना गुरु स्वीकारा है. കണ്ണപ്പയെ പല സിദ്ധന്മാരും ഗുരുവായി അംഗീകരിച്ചിരുന്നു. बताया जाता है कि इनके द्वारा रचित
ചൗഹത്തർ ഗ്രന്ഥഹെ. ഇദ്ദേഹം 74 ഗ്രന്ഥങ്ങൾ രചിച്ചതായി പറയപ്പെടുന്നു. ഇൻകി പ്രമുഖ രചന ഹെ കണ്ണപാത് ഗീതിക. ഇദ്ദേഹം എഴുതിയ പ്രധാനപ്പെട്ട രചനയാണ് കണ്ണപാത് ഗീതിക എന്നത്. इनकी रचनाओं में प्रमुख रूप से दार्शनिक विषय प्रतिपादित है. इनमें शास्त्रीय रूढ़ियों का खंडन भी किया गया है. അദ്ദേഹത്തിൻ്റെ രചനകളിൽ ദാർശനിക ആശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശാസ്ത്രപരമായ പരമ്പരാഗത തത്വങ്ങളെ എതിർത്തിരിക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാം. ഇത്രയും കാര്യങ്ങളാണ് കണ്ണപ്പയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. ശ്രദ്ധിക്കുക, കണ്ണപ്പ സിദ്ധസാഹിത്യത്തിൽ പ്രധാനപ്പെട്ട ഒരു കവിയാണ്. ഇദ്ദേഹത്തിന് ജനിച്ചിരിക്കുന്നത് കർണാടകത്തിലാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഗുരു എന്ന് പറയുന്നത് ജലന്ധരപ്പയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചന കണ്ണപാത ഗീതയാണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്തത് കുക്കരിപ്പ. സിദ്ധസാഹിത്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കവിയാണ് കുക്കരിപ്പ. ഇൻകാ ജന്മ കപിലവസ്തു की एक ब्राह्मण वंश में माना जाता है. കപിലവസ്തുവിലെ ഒരു ബ്രാഹ്മണ വംശത്തിലാണ് ഇദ്ദേഹം ജനിച്ചതായി കരുതപ്പെടുന്നത്. ഇൻകി ജന്മകാൽ കാ പതാ നഹി ചൽ സകാ ഹെ. ഇദ്ദേഹത്തിൻ്റെ ജന്മകാലത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. ചർപ്പട്ടിയ ഇൻകെ ഗുരുദേ. ചർപ്പട്ടിയ ഇദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്നു. ഇൻകി ദ്വാര രചിത് 16 ഗ്രന്ഥ മാനെ ജാത്തെ ഹെ. ഇദ്ദേഹം 16 ഗ്രന്ഥങ്ങൾ രചിച്ചതായി കരുതപ്പെടുന്നു. എ ബി സഹജ ജീവിക്ക് സമർത്ഥകത. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് കുക്കരിപ്പയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സിദ്ധ സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട കവിമാരെക്കുറിച്ചും അവരുടെ രചനകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഈ ക്ലാസ്സിൻ്റെ അടുത്ത ഭാഗവുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ധന്യവാദ്.